ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ? സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ഉണ്ടാ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ സുധരെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ആള് ചെറിയൊരു പണിയിലാണ്. അപ്പം അതുകൊണ്ട് അതെ അതെ അതെ. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്. അപ്പം ഇന്ന് രാത്രി ആയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ചെറിയൊരു കുഞ്ഞു കേക്ക് മുറി കാര്യങ്ങൾ, നമ്മൾ ചെറിയൊരു സന്തോഷം. ഇപ്പം നമ്മളുടെ ബേബി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ചെറിയൊരു പരിപാടിയാണ്. ഇതിന് ശേഷം പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പം ഒരു കുഞ്ഞു പരിപാടിയോട് നടക്കാൻ പോകണം അല്ലേ? ചെറിയ പരിപാടിയാണെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. അതെ, വീട്ടിൽ തന്നെയാണല്ലോ, ഒരു കേക്ക് മുറിക്കാന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കാണിച്ചാൽ ഇപ്പൊ സുധിയോട് വന്നിട്ട് കാണിച്ചാൽ അതെ അതെ വരട്ടെ അത് കാണിച്ചാൽ. ഞാൻ പെട്ടെന്ന് ഇൻട്രോ തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നിറച്ച ആൾക്കാരായിരുന്നു ഇവിടെ. അപ്പൊ ജസ്റ്റ് കുറച്ചേരം പുറത്തേക്ക് അതാണ് കാണിച്ചുതരാം. കാണിച്ചുതരാം, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം അച്ഛൻ ലൈറ്റ് ഓഫ് ചെയ്ത് ക്യാമറ ഓണാക്കി. അപ്പം നോക്കിയാൽ നമ്മളപ്പോൾ ഇവിടെ നൈസായിട്ട് കേക്ക് മുറിക്കാൻ പോകണം. നേരത്തെ ശ്രുതി ചെറിയ പണിയിലായിരുന്നത്. ഇവിടെ കുറേ പേരൊന്നും കേട്ടോ, കുറച്ച് പേരുള്ളൂ അല്ലേ അവിടെ? അതെ 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 അതെ. അമ്മ അമ്മ പാട്ടാണ്. അതെ അതെ. അപ്പം ഇവിടെ തക്കോട് സെറ്റ് ചെയ്തോണ്ടിരിക്കേണ്ട കേക്ക് മുറിയുടെ അധികം ഒച്ചയില്ലാണ്ട് എല്ലാം ഒതുങ്ങിയിട്ട് അല്ലേ? ഒതുങ്ങിയുള്ള അതെ 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 അതെ. ഞങ്ങളെല്ലാ പരിപാടിയും താഴെയാണ് ചെയ്തിരുന്നത്. നമ്മൾ താഴേക്ക് ഇറങ്ങാനുള്ള മുകളിലാണ് ചെയ്യണത് ഈ പ്രാവശ്യം അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ റെസ്റ്റ് ആണ് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടന്നാലോ? മുറിക്കാം നമുക്ക്. ഇവിടെ ഒരാളൊക്കെ നോക്കി കൊച്ചു കേൾക്കണ്ട പോകുന്നതിൽ കൈയടിക്കണതാണ്. കൊച്ചിനറിയാലോ ഹാപ്പി ബർത്ത്ഡേക്ക് എല്ലാവരും കൈയടിക്കൂല. തുടങ്ങാമോ? അപ്പൊ നോക്കി നമ്മളപ്പ കേക്ക് മുറിക്കേണ്ട കേക്ക് മുറിക്കാണ്. നമ്മുടെ കൊച്ചു പരിപാടി. നമ്മുടെ രണ്ടാമത്തെ അവിടെ കൊച്ചു വന്നതിന് ശേഷം രണ്ടാമത്തെ അതെ അതെ. ആളിപ്പതേ മൂച്ചാട്ടെ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് മുറിക്കാം അല്ലേ? അതെ. അപ്പൊ നമുക്ക് മുറിച്ചല്ല മുറിച്ച് വാ. പാടാ, പാട്ട് പാട്. ഓ പാട്ട് പാടിയുടെ കൊച്ചു പാട്ട് പാടി. ഞാൻ തന്നെ വെച്ചോളാം. കൊച്ചാണ് നമ്മ വിടി ലളിതകരമായിട്ട് സംഭവം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു സംഭവം മറന്നു കേട്ടെ. ഇത് ഊതാ മറന്നുപോയി. അപ്പൊ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ പാട്ട് നടന്നോണ്ടിരിക്കുകയാണ്. പാട്ട് ഡീൽ ചെയ്ത് അതെ, പാട്ടിന്റെ കാര്യം ഡീൽ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ കിടക്കാം അല്ലേ? ബാ. ഹലോ ഗൈസ്. അപ്പൊ നോക്കി നമ്മളപ്പോ കഴിഞ്ഞ ദിവസം കേക്കൊക്കെ മുറിയാനിപ്പോ ഒരു കരച്ചിലങ്ങോട്ട് തുടങ്ങി അല്ലേ? നിങ്ങൾ പറയും കരച്ചില്ല, എല്ലാ പിള്ളേരും കരയണമെന്ന്. പക്ഷെ നമുക്ക് കരയവേ ഇത് എന്താണ് ചെയ്യണേന്ന് അറിയാം. എന്താണോ കരയണത്, എന്തിനാണോ നമുക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ വരും. 9:30 കേക്ക് കിട്ടിയ കഴിഞ്ഞ ശേഷമില്ലേ കരച്ചില് തുടങ്ങിയിട്ട് ആള് വെളുപ്പിന് 3 മണി വരെ. അതിന്റെ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത്രയൊക്കെ സംഭവിച്ചു രാത്രി. പിന്നെ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിറ്റേ ദിവസം വീഡിയോ എടുക്കുന്നത്. നമ്മൾ കരയണുണ്ട് പുറത്ത്. കരഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം, കുഴപ്പമില്ലല്ലോ. ആൾ എത്തി വരെ വന്ന് പാലൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും ശരിയാകുമെന്ന് ഓർത്ത്. പക്ഷെ ശരിയായില്ലായിരുന്നു. ആൾക്കൊരു ഗ്യാസിന്റെ പ്രശ്നം വന്നതായിരുന്നു അത്. അപ്പൊ തന്നെ നമ്മൾ പിന്നെ കുറെ നേരം ഇങ്ങനെ ഇതാണല്ലോ കരച്ചിലാണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ശരിയായില്ല. പിന്നെ ഒരു രാത്രിയായപ്പോൾ കൊച്ചിനെ അരച്ചിൽ നിൽക്കാണ്ടായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ആയിരുന്നു. അവരൊക്കെ ശരിയാക്കി വിട്ട് പിന്നെ ഇവിടെ വന്നിട്ടും കരച്ചിൽ തന്നെ. എന്താ സംഭവം? വീർത്ത് ഇങ്ങനെ തല്ലൂല്ല നമ്മളെ തല്ലുമ്പോ കറിയില്ല, അതേപോലെ കറിയുന്നു. അപ്പോൾ കുറച്ചേരം നമ്മൾ നോക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നിൽക്കും, പിന്നെയും കറിയും. ചിലപ്പോൾ വല്ല വയറുവേദന എടുത്തിട്ട് ഗ്യാസ് കയറിയിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ ഇവർക്ക് പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ അതായിരുന്നു സംഭവം.
അങ്ങനെ എന്നിട്ട് പിന്നെ കൊണ്ടുവന്ന് കുറേ നേരമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ആള് പിന്നെ ഉറങ്ങിയതൊക്കെ. അതുവഴി നമ്മളെല്ലാരും തീരെ ഡൗൺ ആയി പോയി. എന്താണോ കൊച്ചിക്കറിഞ്ഞാ പിന്നെ ഫോണും തേങ്ങയൊന്നും എടുക്കൂല, അവിടെ ഇരുന്നോട്ടേ നിൽക്കും. പിന്നെ സംഭവം എന്ന് വെച്ചാല് അതിനുശേഷം പിറ്റേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. പിറ്റേ ദിവസം 2 ദിവസം ഈ സെയിം ഇതിലാണ് പോകണം. ഇന്നലെ ഇത്തിരി കുറഞ്ഞു. ഇന്നലെ ഇത്തിരി കുറഞ്ഞു. എന്നാലും ഇന്നലെ രാത്രി കരച്ചിൽ തന്നെയായിരുന്നു. ആള് എഴുന്നേറ്റ് കളിക്കണാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കരയണാണെങ്കിൽ എന്താ കാര്യമൊന്നും അറിഞ്ഞൂടല്ല. പാല് കൊടുക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, കൊട്ടും ഒക്കെ എല്ലാം ചെയ്തിട്ട്. പക്ഷെ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. എനിക്ക് ഓൾറെഡി പ്രഗ്നന്റ് ആയപ്പോ മുതൽ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ കളിയാക്കും കൊച്ചിനെ. ഞാന് തൊടിയപ്പോ മുതൽ ഗ്യാസിൽ കിടന്നിട്ട് കൊച്ചിന് ഗ്യാസായിരുന്നു പറഞ്ഞോണ്ട്. അതെ. പിന്നെ മുഖത്തിന് പൊട്ടൊക്കെ കണ്ടില്ലേ, പൊട്ടുണ്ട്. ഇപ്പൊ മഞ്ഞളിലൊക്കെ കുളിച്ചേക്കാണ്. ചെറിയ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി. അല്ലെ, ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിക്കുള്ള സംഭവം ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി. അതിനുള്ള മെയിൻ വീഡിയോ ഒക്കെ വരും അല്ലെ. ഇപ്പൊ രാവിലെ തുടങ്ങിയിട്ട് 4 മണിക്കൂർ എങ്ങാണ്ട് ചെയ്തിരുന്നത് അല്ലെ. 9 മണി മുതൽ 11 വരെ എന്ന് പറയുന്നില്ല, 12 മണി വരെ എന്ന് പറയുമ്പോൾ അത്ര ശരിയാണ്. അതിന്റെ ഇടയിൽ നമ്മള് കൊച്ചിന്റെ കാര്യം, കൊച്ചിന്റെ കരച്ചിലും ഒക്കെ വരുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറുമല്ലോ. കൊച്ചിനെ കഴിഞ്ഞ ദിവസം കുളിപ്പിച്ച്, അപ്പൊ ഇന്നിപ്പോ കൊച്ചിനെ ഒന്നും കൂടി അടിപൊളിയായിട്ട് കുളിപ്പിച്ച്. അപ്പൊ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഇരുന്നിന്റെ ഇടയ്ക്കല്ലേ. അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റിലൊക്കെയാണ് ഇപ്പൊ. ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. അത് ഏതൊരു വീഡിയോ ഒന്നും പറയണില്ല, ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് അല്ലേ. അതെ, ഇന്നൊരു സന്തോഷമുള്ള വീഡിയോ നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മളുടെ ബേബി വന്നിട്ട് ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി, അതൊരു സന്തോഷം. പിന്നെ വേറൊരു സന്തോഷം അടുത്ത ദിവസം വരുന്നുണ്ട്, അത് കാണാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരല് പിന്നെ നിന്നും തോന്നുന്നു. എന്തായാലും കാണാം. എന്തായാലും ഈ വീഡിയോ കാണാൻ ആൾക്കാരെല്ലാവരും ഒന്ന് കയറി നോക്കണം. പിന്നെ അന്ന് നമുക്ക് 2 ദിവസം ആൾ കിട്ടിയിട്ടുണ്ട്, അത് കാണിച്ചു തരാട്ടാ. ഓക്കെ. സംഭവം എന്ന് വെച്ചാലേ, നമുക്ക് ആദ്യമായിട്ട് നമ്മളെ ആദ്യത്തെ ഫോട്ടോ, ബേബി ആയിട്ടുള്ള ആദ്യത്തെ ഫോട്ടോ നമുക്ക് ഗിഫ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനൊക്കെ ഇരുന്നിട്ട്. അത് അന്നുണ്ടായിരുന്നില്ല, വീഡിയോ കണ്ടില്ലേ, അത് എൻ്റെ ആകാശിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ അവൻ തന്നതാണത്. അവന് കൊച്ചാണ് തന്നത്. അതെ അതെ, കൊച്ചു കൊണ്ട് കയ്യിലേക്ക് തന്ന്, കൊച്ചു എന്നെ തുറന്നൊക്കെ തന്ന് കാണിച്ചൊക്കെ തന്ന്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫോട്ടോ 3 ഉള്ളത്. അതെ, കണ്ട ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്തത് ഇതായിരുന്നു. പിന്നെ അത് ചേച്ചി ഒരു ഫ്രെയിം ഞങ്ങളുടെ സെൽഫി. അതെ. അപ്പൊ അങ്ങനെ എല്ലാം ആദ്യത്തെ ബേബി ഉള്ള ഫോട്ടോസാണ് ഞങ്ങൾക്ക് കിട്ടിയത് അല്ലെ. ഫോട്ടോസ് അതാണ് കിട്ടിയത്. അതെ, കുഞ്ഞു പരിപാടിയായിരുന്നു, എല്ലാം പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു കേട്ടാ. പിന്നെ അമ്മ ചെന്ന ഡ്രസ്സ് തന്നെ അപ്പൊ തന്നെ ഇട്ട് കേക്ക് മുറിച്ച്. അപ്പൊ അതൊക്കെ ആയിരുന്നു പരിപാടികൾ ഉണ്ടായിരുന്നത്. നമ്മുടെ ചെറിയൊരു. അതെ അതെ. പിന്നെ ഇനി പരിപാടികൾ അങ്ങോട്ട് വരാൻ പോണേണ്. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ. അതെ, ഞങ്ങളും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എല്ലാരും പറഞ്ഞ പോലെ ഇതൊക്കെ ശരിയാവും, ഭാവിയും ഒക്കെ ആവും, അതൊക്കെ തന്നെ. അതെ, അതാണ് ഇപ്പൊ വീഡിയോന്റെ എണ്ണവും കുറയണത്. പറഞ്ഞ പോലെ റെസ്റ്റിൽ തന്നെ ഉണ്ടാകും. താഴെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഗ്യാസിന്റെ പ്രശ്നം എനിക്കും എന്നോണ്ടാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കും. അതൊക്കെ ഡോക്ടർ നടക്കാനും പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ബാക്കിയുള്ള റെസ്റ്റാണ്, എങ്ങും പോകണമെന്നോ കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോയി ശ്രുതി വന്നിട്ടില്ല കേട്ടോ. ശ്രുതിന് വന്നിട്ടില്ല. ഞാനും അമ്മയും 2 അമ്മമാരും കൂടിയാണ് പോയത്. അപ്പൊ ഞാനെങ്ങാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ തീർന്നേനെ. ഇവളാണെങ്കിൽ സത്യമായിട്ടും കരച്ചിലാണ്, പിന്നെ ഉറക്കൂലേക്ക് സംബന്ധിച്ച എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ആളെന്ന് വെച്ചല്ലേ, ഉറക്കത്തിന്റെ ഒരു അരമണിക്കൂർ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി തീർന്നിരുന്ന ആളാണ്. ഞാനും ഉറങ്ങുമായിരുന്നില്ല, എനിക്ക് ഉറക്കത്തിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഒരു കണക്കുപ്രകാരം 28 ദിവസം ഇപ്പൊ ഇനി ആവും. ഇപ്പൊ തന്നെ ആവും. അപ്പൊ എന്ന് വെച്ചാല് 10 ദിവസത്തിലൂടെ 24 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. എനിക്കൊരു സത്യമായുള്ള കാര്യമാണ് അല്ലെ. അത് ശരിയാണ്. ചിലപ്പോ നമുക്ക് അങ്ങനെ എല്ലാരും പറഞ്ഞ പോലെ ദൈവം അതിനൊരു കഴിവ് തന്നെതായിരിക്കും. സത്യം. അത് സത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി. അത് ശ്രുതിയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കി. ശ്രുതിയിൽ നിന്നുള്ള അമ്മയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സംഭവം എന്ന് വെച്ചാൽ കൊച്ചു വന്നു കഴിയുമ്പോ അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പുള്ളിക്കാർക്ക് ഭ്രാന്തി ഉറങ്ങിയില്ലെങ്കിലൊക്കെ. ഇപ്പൊ പക്ഷേ ഇല്ലേ, ഞാനല്ലേ ഇവിടെ എങ്ങനെ ഇരിക്കണത്, ഇവിടെ ഇങ്ങനെ എല്ലായിരുന്നില്ല. അപ്പോഴാണ് ഈ സമയത്ത് വരെ പല പല കഴിവുകളൊക്കെ കൊടുക്കും. അത് സത്യമുള്ള കാര്യങ്ങളാണെന്ന് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോ വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോ ചോദിക്കണിരുന്ന് ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കാൻ പറ്റണത്, ഇങ്ങനെ പറ്റണെന്ന്. ഞാൻ എനിക്കറിഞ്ഞൂടാ, ഞാനിങ്ങനെ ഉറങ്ങാണ്ടിരിപ്പുണ്ട്, എനിക്കറിഞ്ഞൂടാ എന്താണെന്ന്. സ്ഥാനത്ത് കുറച്ചേരം ഉറങ്ങിപ്പോയി കഴിഞ്ഞാല് പിന്നെ ഇതായിരിക്കും, ഡൗൺ ആയിരിക്കും. നമ്മള് ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങണ്ട, ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരിയാവും, പിന്നെ ശരിയാവേണ്ട പോണു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സന്തോഷകരമായ വീഡിയോന്റെ കുറച്ച് ഇപ്പൊ 1.5 ഇട്ടിരുന്നത് ഇപ്പൊ 2 ദിവസം 3 ദിവസം എത്തിയ വീഴണം. സംബന്ധിച്ച് ഇതൊക്കെയാണ് കാരണങ്ങൾ. ഓരോ ദിവസം ചെല്ലുന്നോർ നമുക്ക് ഡെവലപ്പ് കൊണ്ടുവരാം. നോട്ടിഫിക്കേഷൻ വരാത്തൊരു ജസ്റ്റ് ഒന്ന് കയറി കാണാം അല്ലെ. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വീഡിയോ നമുക്ക് മര്യാദ എടുത്തിടാനും പറ്റുള്ള സത്യമായിട്ടോട്ടാ. ആക്ച്വലി വീഡിയോ നല്ല വീഡിയോ ആണെങ്കിൽ ആൾക്കാർ കയറി കാണും, നമുക്കറിയാതെ. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ കണ്ടന്റ് നമുക്ക് അതേപോലെ മര്യാദ എടുത്ത് മുഴിപ്പിക്കാൻ പറ്റുള്ള നമുക്കറിയാം.
നമ്മുടെ ഭാഗത്തുണ്ട് മിസ്റ്റേക്കുകൾ. അതെ 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 ഒരു വീഡിയോന്റെ ഞാനിപ്പോ ഇവിടെ നിന്ന് എനിക്ക് ശ്രുതിക്ക് ഇത്രയും ഇതായിട്ട് ഞാൻ ശ്രുതിക്കാരെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കൊച്ചെടുക്കുക അപ്പൊ കൂടെ എടുത്തിട്ട് ഞാൻ കടയിലൊക്കെ പോയിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ നിന്നേക്ക് വൈൻഡപ്പ് എടുത്ത് അയച്ചു ശ്രുതിനെ എടുത്ത് അത് എടുത്തിടാൻ പറയണത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഞാനപ്പോ പറയാറില്ല. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ വീഡിയോസ് ആയിരിക്കും ഇപ്പൊ അപ്ലോഡ് ചെയ്യണത് അല്ലേ. അതാണ് ഇപ്പൊ ഈ വെഡിങ് ആനിവേഴ്സറിയുടെ തന്നെ സാധാരണ നമ്മളാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ വൈൻഡപ്പ് ഒക്കെ എടുത്ത് തീർത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ല, ഇപ്പൊ തന്നെ നമ്മൾ ലേറ്റ് ആയില്ല. ചിലപ്പോ കാണുന്നവർക്കും അതിന്റേതായ ഒരു ഇതുണ്ടാകും, ഒരു മടുപ്പുണ്ടാകും. പക്ഷെ എന്നാലും നമ്മള് സെറ്റാക്കി വരാം. അതെ. അപ്പൊ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നതിന് വലിച്ചിട്ട് കൊണ്ടുപോകാം. നാളത്തെ വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത്. എന്താ എല്ലാവരും കാണാം. അതെ, നാളത്തെ വീഡിയോ വെച്ചാൽ അടുത്ത വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാണാൻ മറക്കരുത്. എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ദിവസമാണ് അല്ലേ. അപ്പൊ അത്ര മനസ്സിലാക്കാം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.